കോൺഗ്രസിന്റെ പുതിയ ആസ്ഥാന മന്ദിരം സാധാരണ മന്ദിരമല്ലെന്നും രാജ്യത്തെ ലക്ഷക്കണക്കിന് പേരുടെ ത്യാഗത്തിന്റെ പ്രതീകമാണെന്നും രാഹുൽ ഗാന്ധി. മന്ദിരം ഉദ്ഘാടനം ചെയ്ത ശേഷം തിരഞ്ഞെടുക്കപ്പെട്ട നേതാക്കളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഹുൽ. പ്രസംഗത്തിൽ RSS മേധാവി മോഹൻ ഭാഗവതിന്റെ സ്വാതന്ത്ര്യ പരാമർശത്തെയും രാഹുൽ വിമർശിച്ചു. RSS മേധാവി 1947 സ്വാതന്ത്ര്യം ലഭിച്ചില്ല എന്നാണ് പറഞ്ഞത്. രാമക്ഷേത്ര നിർമ്മാണത്തിന് ശേഷമാണ് സ്വാതന്ത്ര്യം കിട്ടിയതെന്ന് മോഹൻ ഭാഗവത് പറയുന്നു. ഇതിലൂടെ ഭരണഘടന സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമല്ല എന്നാണ് മോഹൻ പറഞ്ഞു വെക്കുന്നതെന്നും രാഹുൽ വിമർശിച്ചു. ഭരണഘടന എന്ന കോൺഗ്രസിന്റെ ആശയവും RSSന്റെ പ്രത്യയശാസ്ത്രവും തമ്മിലാണ് ഇപ്പോൾ പോരാട്ടമെന്നും രാഹുൽ പറഞ്ഞു. രാജ്യത്ത് ഇപ്പോൾ ഏകാധിപത്യത്തിനാണ് മുൻതൂക്കം. ഇതിനെല്ലാം തടയിടാൻ കോൺഗ്രസിന് മാത്രമേ കഴിയുകയുള്ളൂ എന്നും രാഹുൽ പറഞ്ഞു. തുടർന്ന് പ്രസംഗിച്ച മല്ലികാർജുൻ ഖാർഗെ പുതിയ ആസ്ഥാന മന്ദിരത്തിലെ ലൈബ്രറി ഹാളിന് മൻമോഹൻ സിംഗിന്റെ പേര് നൽകുകയാണെന്ന് അറിയിച്ചു. അതേസമയം പുതിയ കോൺഗ്രസ് ആസ്ഥാനത്തിന്റെ പേരിനെ ചൊല്ലി വിവാദം. ആസ്ഥാനത്തിന് പുറത്ത് സർദാർ മൻമോഹൻ സിംഗ് ഭവൻ എന്ന പേരിൽ ഫ്ലെക്സ് സ്ഥാപിക്കപ്പെട്ടതാണ് വിവാദങ്ങൾക്ക് തുടക്കമിട്ടത്. ആരാണ് ഫ്ലെക്സ് സ്ഥാപിച്ചത് എന്ന് വ്യക്തമല്ല. അതിനാൽ തന്നെ ഇക്കാര്യം വിവാദമാക്കേണ്ടതില്ല എന്നാണ് നേതാക്കളുടെ നിലപാട്. എന്നാൽ വിഷയം വിവാദമാക്കി BJP രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്ദിരാഭവൻ എന്നാണ് പുതിയ കോൺഗ്രസ് ആസ്ഥാനത്തിന്റെ പേര്. ആസ്ഥാനത്തിന് പുറത്ത് മൻമോഹൻ സിംഗ് ഭവൻ എന്ന പേരിൽ ഫ്ലെക്സ് കണ്ടതോടെ BJPയും രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ജീവിച്ചിരുന്നപ്പോൾ ഗാന്ധി കുടുംബം മൻമോഹൻ സിംഗിനെ ബഹുമാനിച്ചില്ലെന്ന നിലപാടുമായി BJP നേതാവ് അമിത് മാളവ്യ രംഗത്തെത്തിയിട്ടുണ്ട്. മൻമോഹൻ സിംഗിന്റെ പേര് പുതിയ ആസ്ഥാനത്തിന് നൽകി അദ്ദേഹത്തെ ബഹുമാനിക്കാനുള്ള അവസരമാണിത്. ശരിയായ തീരുമാനം കോൺഗ്രസ് ആണ് എടുക്കേണ്ടതെന്നും അമിത് മാളവ്യ കൂട്ടിച്ചേർത്തു.